ബൈബിളിൽ പ്രത്യേകിച്ച് ശലോമ എന്ന പദം 2 വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവരുടെ പേരുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശലോമോൻ എന്ന പേരിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ശലോമ. സബദിയുടെ ഭാര്യയും യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ മാതാവും. മത്തായി 27:56, മർക്കോസ് 15:40. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയാണ് ശലോമ എന്ന പ്രബലമായ ഒരഭിപ്രായമുണ്ട്. യോഹന്നാൻ 19:25 ഇതിൻ്റെ ഒരു സൂചനയുമുണ്ട്. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അമ്മയുടെ സഹോദരി എന്ന പ്രയോഗം ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയെ കുറിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ എത്തിയവരിലും ശലോമ ഉണ്ടായിരുന്നു. മർക്കോസ് 16:1. ശലോമ തൻ്റെ 2 പുത്രന്മാരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവർ ഇരുവരും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാൻ വരം നൽകണമെന്ന് അപേക്ഷിച്ചു. മത്തായി 20:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ശലോമയുടെ ഭർത്താവായ സെബദി സമ്പന്നനായിരുന്നു. ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഭൗതിക ആവശ്യങ്ങളിൽ ഇവർ സഹായിച്ചിരുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഹേരോദ്യയുടെ മകളെക്കുറിച്ചാണ്. ഹേരോദ്യയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ശലോമ. ഹേരോദാവ് അന്തിപ്പാസിൻ്റെയും വിരുന്നുകാരുടെയും മുൻപിൽ നൃത്തം ചെയ്തതിൽ സന്തുഷ്ടനായ ഹേരോദാവ് അവൾക്ക് ഒരു വരം അനുവദിച്ചു. അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകൻ്റെ തല അവൾ ആവശ്യപ്പെട്ടു. സഹോദരൻ്റെ ഭാര്യയായ ഹേരോദ്യയെ ഹേരോദാവ് ഭാര്യയായി വെച്ചിരിക്കുന്നത് വിഹിതമല്ല എന്ന് സ്നാപകൻ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന് പക വീട്ടുവാനാണ് സ്നാപകൻ്റെ തല ചോദിക്കുവാൻ ശലോമയെ അമ്മ പ്രേരിപ്പിച്ചത്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, മർക്കോസ് 6-ാം അധ്യായം 22-ാമത്തെ വാക്യം.